ജസു ശ്യാമചരിതം. അന്തർവേദി എന്ന ഗ്രാമത്തിൽ ജസു ശ്യാമൻ എന്നു പേരായ ഒരു വിഷ്ണു ഭക്തനുണ്ടായിരുന്നു. അവന് യാതൊരു ധനവും ഉണ്ടായിരുന്നില്ല. ഒരു കാള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൃഷി മുതലായ പ്രവൃത്തികളെ ചെയ്ത് കിട്ടുന്ന ആദായം കൊണ്ട് ഭക്തന്മാരെ പൂജിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ കാളയെ കള്ളൻ വന്ന് കട്ടുകൊണ്ടുപോയി. ജസു ശ്യാമൻ കാളയെ കാണാതെ വളരെ ദുഃഖിതനായിട്ട് ഇങ്ങനെ വിചാരിച്ചു: ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? കാളയെ കള്ളന്മാർ കട്ടുകൊണ്ടുപോയി. ഇനി എങ്ങനെ കൃഷി ചെയ്യും? കൃഷിയില്ലാഞ്ഞാൽ ഭക്തന്മാരെ പൂജിക്കുന്നതിനും വഴിയില്ല. സാധുസേവ ചെയ്യാതെ ജീവിച്ചിരുന്നിട്ടും ഫലമില്ല. അതുകൊണ്ട് ഇനി മരിക്കുന്നതാണ് നല്ലത് എന്ന് നിശ്ചയിച്ചു. കാളയെ തിരഞ്ഞ് ഗൃഹത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ്റെ ദൃഢനിശ്ചയത്തെ അറിഞ്ഞ് ഭക്തവത്സലനായ ഭഗവാൻ അവൻ്റെ കാളയെപ്പോലെ ഒരു കാളയെ മുമ്പിൽ നിർത്തി. അതുകൊണ്ട് ജസു ശ്യാമൻ തൻ്റെ കാളയാണെന്ന് വിചാരിച്ച് സന്തോഷത്തോടുകൂടി അതിനെ പിടിച്ച് തൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി മുൻപത്തെ പോലെ കൃഷിപ്പണി ചെയ്ത് ഭക്തസേവ ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു സംവത്സരം കഴിഞ്ഞു. കാളയെ കട്ടുകൊണ്ടുപോയ കള്ളൻ ആ വഴിക്ക് വന്നപ്പോൾ ജസു ശ്യാമൻ കാളയെ കൊണ്ട് വയലിൽ പ്രവൃത്തി ചെയ്യിക്കുന്നത് കണ്ടു. കള്ളൻ ആ കാളയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വിചാരിച്ചു: ഞാൻ മുൻപേ കട്ടുകൊണ്ടുപോയ കാള തന്നെയോ ഇത്? ഇതിനെ ഞാൻ എൻ്റെ വീട്ടിൽ കെട്ടിയിട്ടിട്ടല്ലേ വന്നത്? അതെങ്ങനെയാണ് ഇവന് കിട്ടിയത്? ഇങ്ങനെ വിചാരിച്ച് അവൻ്റെ ഗൃഹത്തിൽ പോയി നോക്കി. അപ്പോൾ ആ കാള അവിടെ തന്നെ നിൽക്കുന്നു. അവൻ അത്യന്തം വിസ്മിതനായിട്ട് ജസു ശ്യാമൻ്റെ കൃഷിസ്ഥലത്തേക്ക് തന്നെ വന്നു. അപ്പോഴും ആ കാളയെ അവിടെ തന്നെ കണ്ടു. അവന് സംശയം തീരാതെ പിന്നെയും വീട്ടിൽ പോയി നോക്കി. പിന്നെയും കൃഷിസ്ഥലത്തേക്ക് തന്നെ മടങ്ങി വന്നു. അവൻ വളരെ സംഭ്രമചിത്തനായിട്ട് ജസു ശ്യാമൻ്റെ അടുക്കൽ പോയി അവൻ്റെ കാൽക്കൽ നമസ്കരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഭവാന്റെ കാളയെ കുറേ ദിവസം മുൻപേ കട്ടുകൊണ്ടുപോയി. ഇപ്പോൾ ഈ കാളയെ നോക്കുമ്പോൾ അതുപോലെ തന്നെ തോന്നുന്നു. അതുമാത്രമല്ല, എൻ്റെ മനസ്സ് വളരെ സംഭ്രമിച്ചതായും ഇരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സംഭ്രമം തീർത്ത് ഞാൻ കൊണ്ടുപോയ കാളയെ ഭവാൻ തന്നെ സ്വീകരിക്കുക. ഇന്നു മുതൽ ഞാൻ ഭവാന്റെ ശിഷ്യനാണ്. ഞാൻ ഇനി ചോരകർമ്മം ചെയ്യില്ല, നിശ്ചയം തന്നെ. ഭവാനെ ശരണം പ്രാപിച്ചവനായ എന്നെ സതുപദേശങ്ങളാൽ കൃതാർത്ഥനാക്കുക. ഇങ്ങനെ കള്ളൻ്റെ വാക്കുകേട്ട് ജസു ശ്യാമൻ വളരെ ദയയോടുകൂടി ആ കള്ളന് ഭക്തിവർദ്ധനമായിരിക്കുന്ന മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ആ കള്ളൻ ആ മന്ത്രത്തെ ഗ്രഹിച്ചു. അഗ്നിയിൽ വെച്ച് ഉരുക്കിയ സ്വർണം പോലെ പാപമാകുന്ന അഴുക്കുകളെല്ലാം നശിച്ച് വളരെ പ്രകാശമുള്ളവനായി ഭവിച്ചു. പിന്നെ അവൻ ഭക്തിയോടുകൂടി തൻ്റെ ജീവനവൃത്തിക്കായി പാലും മോരും വിറ്റ് അതുകൊണ്ട് ഉപജീവനം കഴിച്ചും ജസു ശ്യാമഭക്തനെ സേവിച്ചുകൊണ്ടും സുഖമായി വസിച്ചു. അവൻ കാലം കൊണ്ട് നല്ല ഭക്തനായി തീരുകയും ചെയ്തു. അവൻ കള്ളനാണെങ്കിലും അല്പസമയം മാത്രം ഭഗവത് ഭക്തനോടുള്ള സംസർഗം കൊണ്ട് അവന് അവിദ്യാനാശിനിയായ ഭക്തി സംഭവിച്ചു. അതുകൊണ്ട് ലോകത്തിൽ ഭക്തന്മാരുടെ സംസർഗം കൊണ്ട് പുരുഷാർത്ഥപ്രദയായ ഭക്തി സംഭവിക്കുന്നതാണ്.